ഹായ് ഗായ്സ്. ഹായ് ഹലോ. നമ്മുടെ പുതിയ വീട്ടിലെ രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ആണിത്. സിനിമ വരൂ. അതോ ആ പെട്ടിയോ? അതാണ് വേണ്ട അപ്പിയെ. വേറെ നമുക്ക് പന്തൽ എന്തായാലും പന്തലിന്റെ വാടക നമ്മൾ കൊടുക്കണ്ടേ? ഓരോരുത്തുണ്ടാവൂലേ? സാധാരണ ഞാൻ പോയിട്ടുണ്ട്. പൈസ പെട്ടി അത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് കള്ളന്മാരുണ്ട്. ഇവിടെ കുറച്ച് കള്ളന്മാരുണ്ട്. ആ ബോക്സ് വെച്ചാൽ ഒന്ന് ഞാൻ ഒന്ന് സിന്നു ഞങ്ങൾ രണ്ടാളും അടിവലിക്കും. സംഭവം എന്റെ വിവാഹം കഴിഞ്ഞിട്ട് 16 വർഷമായി. പിന്നീട് ഇതുവരെ ഇവിടെ ഒരു ഫംഗ്ഷൻ നടത്തിയിട്ടില്ല. അപ്പൊ ഈ 16 വർഷത്തോളായി വാപ്പ ഓരോരോ സ്ഥലത്ത് ഓരോരോ സാധനങ്ങൾ കൊടുത്തിരുന്നു. പക്ഷെ നമുക്കത് പിന്നെ കിട്ടാനുള്ളൊരു ഓപ്ഷൻ ഇല്ലായെങ്കിൽ അപ്പൊ വീട് പണി പിന്നെ വാപ്പി ഓന് കൊടുക്കാൻ വേണ്ടിട്ടാണ്. പാവോ അല്ല വാപ്പിയെ. ഫസ്റ്റ് ദിവസം കിടന്നിറങ്ങിയില്ല, എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മള് ഫസ്റ്റത്തെ ദിവസം കിടന്നിറങ്ങിയില്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു? ഉറങ്ങിയതേ ഓർമ്മയുള്ളൂ, പിന്നെ ഒന്നും ഓർമ്മയില്ലാന്ന്. അപ്പൊ അങ്ങനെയാണ് നമ്മളിപ്പം ഇവിടെ കൂടി ഫസ്റ്റ് ഡേ കഴിഞ്ഞു. നല്ല അടിപൊളി ഹോം ടൂർ ചെയ്തിട്ടുണ്ട്. എല്ലാരും കാണണം കേട്ടോ എന്റെ കഷ്ടപ്പാടിന്. എന്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്? ഈ വളയൊന്ന് പൊട്ടിച്ചേർത്ത്. സംഭവം എന്താണെന്നറിയോ, ഞാനുണ്ടല്ലോ ഓരോരോ ഷോപ്പ് കയറുമ്പം നമ്മളെ സൈസിനുള്ള വള ഇല്ലെങ്കിൽ ഞാൻ പറയും ഉള്ള സൈസ് തന്നാൽ മതി, ഞാൻ സോപ്പ് ഇട്ടിട്ടോളാന്ന് പറയും. പക്ഷെ സോപ്പ് ഇട്ടിട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് ഊരാൻ പറ്റില്ല, പിന്നെ കുത്തിപ്പൊട്ടിക്കുന്ന ഒരു അവസ്ഥയിലാണ്. വേണ്ട, അത് കുളിച്ച് കാണൂല. അപ്പൊ അങ്ങനെയാണ്. അപ്പം മൈക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. മൈക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. മൈക്കപ്പ് ചെയ്യാതെ വീഡിയോസിൽ വരാരുതെന്നാണ് എന്റെ കിട്ടിയ ഓർഡർ. പക്ഷെ നമ്മൾ എന്തിനു തങ്ങൾ കൊടുത്തിന് എന്തിനാളെ പൊട്ട് എന്റെ ഡയമണ്ടിന്റെ മാല മോഷ്ടിച്ചിട്ട ആൾക്കാരൊക്കെ ഉണ്ട്. ആളെ ഞാൻ പറയുന്നില്ല. മൂത്തമ്മന്റെ റൂമിലുണ്ട് ഷോപ്പ്. പൊന്തില്ലെങ്കിൽ മാമൻ വിളിക്കാൻ വരാം. എത്ര കിലോ ഉണ്ട് പാപ്പിയെ? എത്ര കിലോ ഉണ്ട് നോക്കി പോണേ. ആ അതോനെ കൊണ്ട് ഒറ്റക്കാവും. 10 or 8 ഒക്കെ ഒറ്റക്കാനാവും. ഭയങ്കര തിരക്കാണ് ഗൈസ്. ഒന്നാമത് ഞാൻ സത്യം പറയാലോ, ഞാൻ മുൾമുനന്റെ മുകളിൽ ഇരിക്കുന്നത് ഇവിടെ ഭ്രാന്ത് പിടിപ്പിച്ചിട്ട് വന്നതാ. ദേഷ്യം പിടിപ്പിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണോ. അത് ഒന്ന് ബാപ്പി മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായി. ഏകദേശം എനിക്ക് പാവം ഉണ്ടാവും. അല്ല അത്രയും എന്താ പറയുക, ഒരു 100% ആരോഗ്യമുള്ളൊരു ചെങ്ങായി ഇപ്പോൾ 98% പകുതിയായി. കാരണം കിടന്നുറങ്ങാൻ 12 മണിയൊക്കെ ആകുമ്പോൾ 4 മണിക്കാണ് കിടന്നത്. കഴിഞ്ഞ ദിവസം ഒക്കെ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഒരാഴ്ച ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഈ ഒരാഴ്ച ഏറ്റവും ലേറ്റായിട്ട് എണീച്ചത്. സുബൈക്ക് എണീക്കുകയും ചെയ്തു. ഒരു പള്ളിയിൽ പോയിട്ട് അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ചളി പോരാനും ബാപ്പ പള്ളിയിൽ പോയി എന്ന് പറയുമ്പം ചിലരിപ്പോ പറയും ബാപ്പ പള്ളിയിൽ പോയോലെ ഗായ്സ്. ബാപ്പ അങ്ങനെ നോക്കുകയാണെങ്കിൽ എൻ്റെ അച്ഛൻ മുസ്ലിം, ഞാൻ ഹിന്ദുവാണ്. അമ്മ ഞാൻ അമ്പലത്തിൽ പോകുന്നുണ്ട്, ഞാൻ പള്ളിയിൽ പോകലുണ്ട്, അച്ഛൻ പോകലുണ്ട്. എന്റെ കോസ്റ്റ്യൂം എല്ലാം രസമുണ്ടല്ലേ? എനിക്ക് നല്ലോണം ചെയ്യുന്നുണ്ടല്ലേ? ഇന്നേക്ക് എടുത്ത കോസ്റ്റ്യൂം. ഇന്നേക്ക് എത്ര കോസ്റ്റ്യൂമാണ് ഞാൻ എടുത്തത്? 2 ഇന്ന് 2 എടുത്തു. എനിക്ക് പാവ ഇവന്റെ വക 2 ഡ്രസ് എടുത്തു തന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ എല്ലാം ചുരിദാർ. അപ്പൊ എനിക്ക് പിന്നെ ഒരു കംഫർട്ടായിട്ട് എനിക്ക് ഒന്ന് ഒരു മോഡൽ വേണം എന്നുള്ളത്. ഇവിടെ നമ്മൾ അപ്പോൾ ഇതൊക്കെയാണ് വ്യൂവേഴ്സ്. അപ്പം എല്ലാം ഞാൻ ഇവിടെ അടുത്ത് കൊടുക്കുകയാണ്. കാരണം എനിക്ക് ഇവിടെ വാപ്പിങ് ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ മോശമാണ്. അതുകൊണ്ട് ഞാൻ പോട്ടെ.